Hi guys, welcome back to Johns's vlog. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. ഡോറ കേക്ക് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് എല്ലാവരും ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, എന്നെ സപ്പോർട്ട് ചെയ്യുക. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഡോറ കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കാം. 2 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. നമുക്കിനി ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് നല്ലപോലെ പത വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നല്ലപോലെ പതിഞ്ഞിട്ടുണ്ട്. പതിഞ്ഞാലേ ഉള്ളൂ നമ്മുടെ പാൻ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ടൊരു 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഇത് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര ഡിസോൾവ് ആയി വരട്ടെ കേട്ടോ. അത്ര നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. തിളപ്പിച്ചാർച്ച പാലേ നമുക്കൊരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിനി ഇതിലോട്ട് കുറച്ച് തേൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്യാം. വെനില എക്സ്ട്രാക്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. നമുക്കിനി ഇതിലോട്ട് 1 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. കട്ട പിടിക്കാണ്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നത് മൈദാപ്പൊടി. സ്മൂത്ത് ബാറ്റർ വേണം നമുക്ക്. അധികം കട്ടിയാവല് അധികം ലൂസ് ആവല്. കണ്ടോ, ഇതിപ്പോൾ ഞാൻ എൻ്റെ കറക്റ്റ് ബാറ്ററാണ് റെഡി ആയേക്കുന്നത്. നമുക്കിനി ഇതിലോട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓൾമോസ്റ്റ് നമ്മുടെ ഡോറ കേക്കിൻ്റെ ബാറ്റർ ഇപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ എന്ത് കറക്റ്റായിട്ട് നമ്മുടെ ബാറ്റർ റെഡി ആയിരിക്കുന്നതെന്ന്. ഇനി നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. നമ്മുടെ പാൻ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിലാട്ടോ ഇട്ടേക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ബബിൾസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു സൈഡ് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. കണ്ടോ, ഇതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതേപോലെ എല്ലാ പാൻ കേക്കും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പം മഗ്ഗാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസോ അല്ലെങ്കിൽ കട്ടറോ യൂസ് ചെയ്യാം. ഇപ്പം എൻ്റെ അമ്മയാണ് കട്ട് ചെയ്യാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് കിഡ്സിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഡോറ കേക്ക് റെസിപ്പിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്താണേലും പിള്ളേർക്ക് ഇതെല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ, ന്യൂ ഇയർ സ്പെഷ്യലായിട്ട്. ഞാനിപ്പോൾ പാൻ കേക്കിൽ ന്യൂട്ടല നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 പാൻ കേക്കും കൂടി ജോയിൻ ചെയ്യാം കേട്ടോ.
അപ്പം നമ്മുടെ ഡോറ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, എന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസ് ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്